വെൽക്കം ടു ടെക് പി എസ് സി ICT-SM നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ മോഡ്യൂൾ 7-ൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് IP അഡ്രസ്? ഇതിലേതാണ് വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ്? IP അഡ്രസ് ആൾറെഡി നമ്മൾ നോക്കി. IP അഡ്രസ്സിന് രണ്ട് പാർട്സ്, രണ്ട് വെർഷനുണ്ട്. IPv4, IPv6, അതുപോലെ മാസ്ക് അഡ്രസ്, NIC അഡ്രസ്സൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ് ഏതാ? വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ് ഏതായിരിക്കും വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ്? നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. IP അഡ്രസ്സിന് അറിയാമല്ലോ, പാർട്സ് വരുന്നുണ്ട് അല്ലേ? വാലിഡ് ആയിട്ടുള്ള ഇതാണോ വാലിഡ് ആയിട്ടുള്ള? ഓപ്ഷൻ A ആണോ, ഓപ്ഷൻ B ആണോ, ദെൻ ഓപ്ഷൻ C ആണോ, ഓപ്ഷൻ D ആണോ? ലിമിറ്റ് ഓർത്ത് വെച്ചേക്കുക. 0 to നമ്പർ ഡെസിമൽ ലിമിറ്റ് 0 to 255 ആണ്. 255. അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നത് പ്രത്യേകം നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിയേക്കാം. ഇത് കണ്ടോ, 256 ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അല്ല, ഇതുമല്ല, 400 പോയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല, പിന്നെ ഏതായിരിക്കാം ഓപ്ഷൻ? ഇതിൽ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അത് നോക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 192.300.0.1. ദിസ് ഈസ് എ വാലിഡ് IP അഡ്രസ് ഫോർ ആൾ ഒക്ടറ്റ് ഫാൾ ഇൻ ദ അലൗഡ് റേഞ്ചിനുള്ളിൽ നിൽപ്പുണ്ട് അല്ലേ? ആ റേഞ്ചിനുള്ളിൽ നിൽപ്പുണ്ട്. 0 to 255 റേഞ്ചിനുള്ളിൽ കറക്റ്റായിട്ട് അത് നിൽക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ നോക്കിയാൽ, രണ്ടാമത്തത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് കേട്ടോ. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് സെക്കൻഡ് വൺ. അപ്പോൾ അതെന്തായാലും IP അഡ്രസ്, വാലിഡ് ആയിട്ടുള്ള IP അഡ്രസ് അല്ല. ഇനി മൂന്നാമത്തതോ? മൂന്നാമത്തെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എന്താണത്, ഇൻവാലിഡ് ആണ്. കാരണം മാക്സിമം അതിനകത്ത് ഒക്ടറ്റ് 256 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 0 to 255 വരെയാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ 256 ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വാലിഡ് അല്ല, സോറി, ഇൻവാലിഡ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റുള്ള നോക്കിയേ, 400 നമ്മുടെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒക്ടറ്റ് മാക്സിമം 0 to 250 വരെ പാടുള്ളൂ. ദെൻ ഇവിടെ 400 ഉള്ളത് കൊണ്ട് ആ ഓപ്ഷനും അല്ല. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയേ. ക്വസ്റ്റ്യൻ 2 നോക്കി. വിച്ച് പ്രോട്ടോകോൾ ഈ യൂസ്ഡ് ടു ട്രാൻസ്ഫർ വെബ് പേജ് ഫ്രം എ വെബ് സർവർ ടു വെബ് ബ്രൗസേഴ്സ്? വിച്ച് പ്രോട്ടോകോൾസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ, വെബ് പേജ് ആണ്, വെബ് പേജ് ട്രാൻസ്ഫർ ചെയ്യും ഫ്രം എ സർവർ ടു വെബ് ബ്രൗസർ. സർവർ എന്താണ്, ബ്രൗസർ എന്താണ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ആൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കുക, നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ നോക്കുക. ദെൻ നോക്കി, FTP ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ മെയിലിൻ്റെ അല്ലേ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ സിമ്പിൾ മെയിലിൻ്റെ SNMP ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ്? ട്രാൻസ്ഫർ വെബ് പേജ് ഫ്രം വെബ് സർവർ ടു വെബ് ബ്രൗസർ. ട്രാൻസ്ഫർ വെബ് പേജ് ഫ്രം വെബ് സർവർ ടു വെബ് ബ്രൗസേഴ്സ്. ഏതായിരിക്കാം കറക്റ്റ് ആൻസർ? FTP ആണോ, SMTP ആണോ, HTTP ആണോ, SNMP ആണോ? നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ. HTTP ആണ് അല്ലേ? കണക്ക് ഹൈപ്പർ, നമ്മൾ ആൾറെഡി പഠിച്ചു. HTTP എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് അല്ലേ? അപ്പോൾ അത് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ആ പേജ് വഴി അല്ലേ, ബ്രൗസർ വഴി നമുക്ക് ആ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതാണ് ഡാറ്റ ട്രാൻസ്ഫർ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 നോക്കി. വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി മാച്ച് ദ ഡൊമൈൻ നെയിം വിത്ത് ഇറ്റ്സ് പർപ്പസ്? ഡൊമൈൻ നെയിം, DNS, നമ്മൾ ഡൊമൈൻ അറിയാലോ, ജസ്റ്റ് www എന്താണ്, google.com. ആ ലാസ്റ്റ് വരുന്നത് അതിൻ്റെ ഡൊമൈൻ നെയിം വിത്ത് പർപ്പസ്. ആ ലാസ്റ്റ് വരുന്ന ഡൊമൈൻ നെയിമാണ്. അതായത് അതിൽ ഏത് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. .com ഉണ്ട് അല്ലേ, .edu ഉണ്ട്, .org ഉണ്ട്, .com ഉണ്ട്, .gov ഉണ്ട്. ഏതായിരിക്കാം കറക്റ്റ് ആൻസർ?
കറക്റ്റ്ലി മാച്ച്, ഇത് കറക്റ്റ്ലി മാച്ച് ആവുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുക, കറക്റ്റ്ലി മാച്ച് ആവും. .edu കൊമേഴ്ഷ്യലാണോ? edu കൊമേഴ്ഷ്യൽ അല്ല, എഡ്യൂക്കേഷൻ അല്ലേ. .orgയോ അത് തിരിഞ്ഞു പോയി. .comോ അത് കൊമേഴ്ഷ്യലാണ്, ഗവൺമെൻറ് അല്ല. .govയോ ഗവൺമെൻറ് ആണ്. gov ഗവൺമെൻറ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കാം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. .gov ഗവൺമെൻറ് വെബ്സൈറ്റ്. .gov. ഓക്കെ. അപ്പോൾ ഈ .edu എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. .com എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലാണ്. .org മീൻസ് ഓർഗനൈസേഷനാണ്, ഓർഗനൈസേഷൻസ്. ഓക്കെ. അപ്പോൾ അത് ഓർത്ത് ചിലപ്പോൾ ഇതിലേതെങ്കിലും എടുത്തായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തേക്കാം. The numerical label assigned to a device connected to the internet. കണ്ടോ? അതായത് ന്യൂമറിക് ആയിട്ടുള്ള ഒരു നമ്പർ ഒരു ഡിവൈസിനെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഏതാ? സിമ്പിൾ. മാക് അഡ്രസ് എന്താണ്? NIC അല്ലേ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലെ അഡ്രസ്സാണ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലെ അഡ്രസ്സാണ് മാക്. ബട്ട് പോർട്ട് നമ്പർ ആണോ, URL ആണോ, IP അഡ്രസ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം IP അഡ്രസ് അല്ലേ, ഓപ്ഷൻ ഡി IP അഡ്രസ്. അതായത് ഒരു IP അഡ്രസ് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക്സിനകത്ത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഏതാ? IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആകരുത്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുണ്ട്, NIC ഉണ്ട്, മാക് അഡ്രസ് ഉണ്ട്, അത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ നമ്പർ, ദെൻ IP അഡ്രസ് ഉണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് DNS? DNSൻ്റെ ഫങ്ഷൻ എന്താ? എൻക്രിപ്റ്റ് ചെയ്യുന്നതാണോ? ഇൻ്റർനെറ്റ് ട്രാഫിക് എൻക്രിപ്റ്റ് സെക്യൂർ ആക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. IP അഡ്രസ്സിനെ മാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ആരാണ്? ARP പ്രോട്ടോക്കോളാണ്. ARP പ്രോട്ടോക്കോളാണ് IP അഡ്രസ്സിനെ മാക്കിലാക്കുന്നത്. അപ്പോൾ അതല്ല. കൺവേർട്ട് ഡൊമൈൻ നെയിം ഇൻ ടു IP അഡ്രസ്, അതാണോ? ക്യാച്ച് മെമ്മറി സ്റ്റോർഡ് ആണോ? അല്ല. ഓപ്ഷൻ ഏതായിരിക്കാം? സിമ്പിളാണ്. DNS എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏതാ? DNS. ഓക്കെ. ഡൊമൈൻ നെയിം കൺവേർട്ടഡ് ടു IP അഡ്രസ്. IP അഡ്രസ്. ഓക്കെ. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ എന്താ? ജസ്റ്റ് www.google.com. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ അതിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. Then question 6th question. Okay, 6th question. Correct format of URL. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL എക്സ്പാൻഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിൻ്റെ കറക്റ്റ് ഫോമാറ്റ് ഏതാണ്? www. ഉണ്ട്, google.com ഉണ്ട്. ഇതാണോ? HTTP പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉണ്ട്. ദെൻ 2 സ്ലാഷ് ഉണ്ട്, google.com ഉണ്ട്. അതാണോ? HTTP കഴിഞ്ഞ് .com കിടപ്പുണ്ട്, അതാണോ? ഇതെന്നെ ലാസ്റ്റ് ഉള്ളതാണോ? ഏതാ കറക്റ്റ്? എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ പ്രോട്ടോക്കോൾ വരും, അത് ഷുവറാണ്. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അങ്ങനെ വരുന്നത്. ഏതാ? ബി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ഗൂഗിൾ. HTTP google.com. കറക്റ്റ് ഫോമാറ്റ് കണ്ടോ? പ്രോട്ടോക്കോൾ ഉണ്ടാവും, ഒരു കോളൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? കോളൻ കഴിഞ്ഞതിന് ശേഷം 2 സ്ലാഷ് വരുന്നുണ്ട്. 2 സ്ലാഷ് കഴിഞ്ഞിട്ട് ഡൊമൈൻ നെയിം വരും, ഗൂഗിൾ. ഈ ഒരു ടൈപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ 7 നോക്കിയേ. ക്വസ്റ്റ്യൻ 7. MIMEയുടെ എക്സ്പാൻഷൻ. MIME ഓർക്കുക, മൾട്ടിപർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോസ് ഒക്കെ Gmail വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് MIME. MIME സ്റ്റാൻഡ്സ് ഫോർ മൾട്ടി ഇൻ്റർനെറ്റ് മെയിൽ എക്സ്ചേഞ്ച് ആണോ, മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണോ, ദെൻ മെയിൽ ഇൻ്റർനെറ്റ് മെസ്സേജ് എക്സ്ചേഞ്ച് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് മെയിൽ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി എക്സ്ചേഞ്ച്. ഏതാ ഓപ്ഷൻ? ഇത് ഓർക്കുക, ഇത് മെയിലാണ്. അപ്പോൾ മെയിലെന്ന് ചോദിച്ചുള്ള 2 ഉള്ളൂ.
ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ഓക്കെ, മറ്റു രണ്ടും വരുന്നില്ല. മെസ്സേജും മൾട്ടിയാണ്. അപ്പോൾ അത് രണ്ടിൽ ഏതായിരിക്കാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി, മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ, അതാണ് കറക്റ്റ് ആൻസർ. മൾട്ടി പർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്. ഓക്കെ, ആ ഡൗട്ടില്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 61ാമത്തെ ക്വസ്റ്റ്യൻ 61. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി robot.txt file in a website? What is the function of the robots.txt file in a website? അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി robots.txt ഫയൽ ഇൻ എ വെബ്സൈറ്റ്? ബ്ലോക്സ് ഹാക്കേഴ്സ് ആണോ, സ്റ്റോഴ്സ് ലോഗിൻ ഡാറ്റയാണോ, ഡയറക്റ്റ് സെർച്ച് എഞ്ചിൻ ക്രൗഡ്സ് ആണോ, ഹോസ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് ഹാക്കേഴ്സ് ടെക്നിക്കൽ ഫീൽഡാണ് ഇത്, ഡിസൈൻ ഫീൽഡ് സൈഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. robot.txt ഫയലിന് വെബ്സൈറ്റ്, ബ്ലോക്സ് ഹാക്കേഴ്സ് ആണോ, സ്റ്റോഴ്സ് ലോഗിൻ ഡാറ്റ ആണോ അങ്ങനെ പറയുന്നത്, ഡയറക്റ്റ് സെർച്ച് എഞ്ചിൻ ക്രാഫ്റ്റ്സ് ആണോ, ഹോസ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഏതായിരിക്കാം കറക്റ്റ് ആൻസർ? പഠിച്ചു വെച്ചേക്കുക. ഡയറക്റ്റ് സെർച്ച് എഞ്ചിൻ ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷനകത്ത്. ദ robot.txt file placed on website to give instruction to search engine bots. Instruction to search engine bots about which page to crawl or not. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഓർക്കുക, ഡയറക്റ്റ് സെർച്ച് എഞ്ചിൻ ക്രൗഡ്സ് ആണ്. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. വിച്ച് വൺ ഓഫ് ദി ഫോളോ ഈസ് നോട്ട് എ ത്രെറ്റ് ടു ഇന്റർനെറ്റ് സെക്യൂരിറ്റി? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓർത്തിരിക്കുക. ഇതിൽ ഈ സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ ത്രെറ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫിഷിംഗ് ഉണ്ട്, ഫയർ വാൾ ഉണ്ട്, റാൻസം വെയർ ഉണ്ട്, സ്പൈ വെയർ ഉണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? വളരെ സിമ്പിൾ. ഏതാണ്? ഒരു ടൂൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഒരു ടൂൾ കൊണ്ട് ബാക്കിയെല്ലാം അറ്റാക്സ് ആണ്, സൈബർ ത്രെറ്റ്സ് ആണ്. ഏതാ ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ബി, ഫയർവാൾ. ഓപ്ഷൻ ബി, ഫയർവാൾ. യെസ്, ദ ഫയർവാൾ ഈസ് എ പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ്. ഫയർവാൾ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ടൂൾ, നോട്ട് എ ത്രെറ്റ്സ്. ദ അതർ ആർ ടൈപ്സ് മാൽവെയർ ഓർ അറ്റാക്സ് ആണ്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ മാൽവെയർ അറ്റാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫയർവാൾ ഈസ് എ പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ് കേട്ടോ. ഫയർവാൾ എന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് ടൂൾ ആണ്. ഓക്കെ, ദെൻ 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Status code for node 3 indicates status code or port number, default port number or status code. What is the status code for node 3 indicates? HTTP. ഇത് നിങ്ങൾക്ക് കാണാറുണ്ട് സൈറ്റിൽ ചില ഇഷ്യൂസ്, സെർവർ കിട്ടാത്ത ടൈമിൽ നിങ്ങൾക്ക് സൈറ്റിൽ ചില ഇഷ്യൂസ് നമുക്ക് വൈറ്റ് സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. 4 നോട്ട് 3 ഇൻഡിക്കേറ്റ്സ് ഓക്കെ എന്നാണോ നമുക്ക് കാണാറ്, നോട്ട് ഫൗണ്ട് എന്നാണോ, ഫോർബിഡൻ എന്നാണോ, സർവർ എറർ എന്നാണ്? സർവർ എറർ. ഏതാണ് ഓപ്ഷൻസ്? അല്ലേ, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതാണ് ഓപ്ഷൻ? ഫോർബിഡൻ. 403 ആണ്, 404 അല്ല ചോദിച്ചത്, 403 ആണ്. ഓക്കെ, 403 ആയതുകൊണ്ട് ഫോർബിഡൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓർത്ത് വെച്ചിരിക്കുക, 404 അല്ല. 404 ആൾറെഡി നമ്മളൊരു ക്വസ്റ്റിനകത്ത് കണ്ടു, നോട്ട് ഫൗണ്ട്. ബട്ട് ഇവിടെ 403 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഈസ് എ ടൈപ്പ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് where every possible password is tried. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, റെയിൻബോ അറ്റാക്ക് ഒക്കെ ഒരു പേരിട്ടിട്ടുണ്ട്. ഡിക്ഷണറി അറ്റാക്സ്, കീ ലോങ്ങർ അറ്റാക്സ്, എക്സ്കാസ്റ്റീവ് സെർച്ച്. ഏതാണ്? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിലെ ഫോർ എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈ നോക്കുക. അപ്പോൾ അത് ഏത് ടൈപ്പ് അറ്റാക്കാണ്? അതായത് വേറൊരാൾ കയറി നമ്മുടെ ID പാസ്വേഡ് അറിയാതെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വേറൊരാൾ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് അല്ലെങ്കിൽ സിസ്റ്റർ എടുത്ത് വെച്ചിട്ടോ ID പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും തെറ്റുന്നുണ്ട്, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഏത് ടൈപ്പിലൊരു അറ്റാക്കിൽ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എക്സ്കാസ്റ്റീവ് സെർച്ച് ആണ്. അവിടെ ഉണ്ട് ആ എക്സ്പ്ലനേഷൻ നോക്കിയേ. എക്സ്കാസ്റ്റീവ് സെർച്ച് ഓർ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഈസ് ട്രൈസ്
all combination correct one is found അല്ലേ? ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പാസ്വേഡ് @123 ആണെന്ന് വെച്ചേക്കാം, @123. അപ്പോൾ ഒരാൾ നോക്കുകയാണ് @123 ഇവിടെ 56 എന്നൂടെ കിടപ്പുണ്ട് നോക്കി, @123 56 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൾ നോക്കുകയാണ് @123 456 നോക്കും, കിട്ടുന്നില്ല. @123 65 എന്തെങ്കിലും നോക്കും. അങ്ങനെ കോമ്പിനേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പാഡ് കീ ലോക്ക് നമ്മൾ ഇളക്കാറില്ലേ അല്ലേ? പാഡ് കീ നമ്മൾ ഇറക്കാറില്ലേ, ലോക്ക് മാറ്റുന്നാട്ടില്ലേ? അപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു 4 ഡിജിറ്റോ 3 ഡിജിറ്റോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ട്രൈ ചെയ്യുക. അറിയാത്ത ഒരാളാണ്, കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, ട്രൈ ചെയ്യും. ബട്ട് ഫൈനലി റീച്ച്ഡ് ആവും ആണല്ലോ, കാരണം ഒരു ലോക്ക്ഡ് നമ്പർ ഉണ്ട് അതിൽ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ട്രൈസ്, ഇവിടെ അതാണ് ട്രൈസ് ആൾ കോമ്പിനേഷൻ അണ്ടിൽ കറക്റ്റ് ഓൺ ഈസ് ഫൗണ്ട്. കറക്റ്റ് ഓൺ ഈസ് ഫൗണ്ട്, അതായത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, വിച്ച് വൺ ഈസ് എ ടൈപ്പ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്? ഫോർ എവരി പോസിബിൾ പാസ്വേഡ് ഈസ് ട്രൈഡ്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ്. അപ്പോൾ ഏതാണ്? സെർച്ച് ആണ് കേട്ടോ, എക്സ്കാസ്റ്റീവ് സെർച്ച്. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ 65. വാട്ട് ഇസ് എ പ്രൈമറി ഡിഫറൻസ് ഇൻ വോം ആൻഡ് വൈറസ്? യെസ്, നമ്മൾ ആൾറെഡി എല്ലാം നോക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ. പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ വോം ആൻഡ് viruses. Worm need a host, virus does not host. Virus needs a host, worm does not host. Both needs host, neither needs host. രണ്ടിനും വേണ്ട. ഏതായിരിക്കാം? worm need a host, virus does not. ഏതാ ഓപ്ഷൻ? ഏതായിരിക്കും? പ്രൈമറി ഡിഫറൻസ് ആണ് കേട്ടോ, പ്രൈമറി ഡിഫറൻസ്. 2019 ഒരു PSC എടുത്തിട്ട ക്വസ്റ്റ്യൻ ആണ്. യെസ്, വൈറസ് ഓപ്ഷൻ ബി ആയിരുന്നു. വൈറസ് നീഡ്സ് എ ഹോസ്റ്റ്, വൈറസിന് ഹോസ്റ്റ് വേണം. എന്താണെന്ന് താഴെ ഉണ്ട് കേട്ടോ, അതായത് അറ്റാച്ച് ആവാൻ അതെന്ത് വേണം, ഒരു ഫയൽ വേണം, എന്നാലേ വരും കേട്ടോ. അതുകൊണ്ടൊക്കെ വൈറസ് അറ്റാച്ച് എ പ്രോഗ്രാം ഓർ ഫയൽസ്, അതൊരു പ്രോഗ്രാംസ് ഓർ ഫയൽസിലൂടെയാണ് വൈറസ് എന്ത് ചെയ്യുന്നത്, അറ്റാക്സ് ചെയ്യണം. പക്ഷെ വോം ഡസ് നോട്ട്. വൈറസ് നീഡ്സ് എ ഹോസ്റ്റ്, ഇതാണ് ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറയുന്ന ഫയലോ ഒരു പ്രോഗ്രാംസ് ആയിരിക്കാം അല്ലെ ഹോസ്റ്റ് ചെയ്യുക, ആ ഫയൽസിലൂടെ വൈറസ് എന്ത് ചെയ്യും. ബട്ട് വോം ഡസ് നോട്ട് ഹോസ്റ്റ്, വോം ഡസ് നോട്ട് ഹോസ്റ്റ് കേട്ടോ, വോം ഡസ് നോട്ട് ഹോസ്റ്റ്. ഓക്കെ, ദിസ് പ്രോഗ്രാം സ്പ്രെഡ് ഇൻഡിപെൻഡന്റ്ലി, ദ പ്രോഗ്രാം സ്പ്രെഡ് ഇൻഡിപെൻഡന്റ്ലി. ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ. 65ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 66, ക്വസ്റ്റ്യൻ 66 നോക്കിയേ. Which of the following is used? Domain name to IP address manually. Which the following? താഴെ പറഞ്ഞിരിക്കുന്ന ഏതാണ്? മാപ്പ് ചെയ്യും. ഡൊമൈൻ നെയിം എന്ന് പറയുക ഓർക്കുക, www.google.com അല്ലെങ്കിൽ www.keralapsc.com. അത് നമ്മൾ ആ കൊടുക്കുന്ന ഡൊമൈൻ ഇല്ല, അത് തന്നെയാണ് ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിം ടു ആൻ IP അഡ്രസ് മാനുവലി, IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫയർവാൾ ആണോ? ഹോസ്റ്റ് ഫയൽസ് ആണ്? ബ്രൗസർ സെറ്റിംഗ്സ് ആണ്? ക്യാച്ച് ആണ്? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ യെസ്, ഹോസ്റ്റ് ഫയൽസ് ആണ്. ഹോസ്റ്റ് ഫയൽസ്. അപ്പോൾ ഹോസ്റ്റ് ഫയൽസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ഹോസ്റ്റ് ഫയൽസ് അലോസ് മാനുവൽ മാപ്പിംഗ് ഓഫ് ഡൊമൈൻ ആണ്. മാനുവൽ മാപ്പിംഗ് ഓഫ് ഡൊമൈൻ, കൺവേർഷൻ അല്ല അവിടെ ചോദിച്ചത്, മാനുവൽ മാപ്പിംഗ് ആണ് കേട്ടോ. കൺവേർഷനായി ചോദിച്ചത് DNS വന്നേനെ. നെയിം IP ബിഫോർ DNS ഈസ് കൺസൾട്ടഡ്. ക്ലിയർ? ക്വസ്റ്റ്യൻ 67. Question 67 നോക്കി. Which of the following port post office protocol, POP means post office protocol കേട്ടോ, പഠിക്കാൻ എളുപ്പമാണ്. പോസ്റ്റ് ഓഫീസ് PO. Port is used to email receiving via POP3 version 3. POP3യുടെ പോർട്ട് ഏതാ? 25 ആണോ, 110 ആണോ, 443 ആണോ, 21 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും ഓപ്ഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പോർട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ ബുക്കിൽ തന്നെ പ്രോട്ടോകോൾസ് പോർട്ട് നമ്പർ, ഡിഫാൾട്ട് പോർട്ട് നമ്പർ കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കുക കേട്ടോ. എഴുതി പഠിച്ച് വെക്കുക. റിപ്പീറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ് പോർട്ട്. അപ്പോൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, റിക്കവറി, കാരണം മറന്നു പോകാൻ നമ്പറാണ് അത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ HTTPS ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് HTTP ഒക്കെ മറന്നു ഏത് പോർട്ടാണെന്ന്
കേട്ടോ. 80 ആണ്. ഏത് പോർട്ടാണെന്നൊക്കെ മറന്നു, അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതി നോട്ട് ചെയ്ത് വെച്ചു. ഒരിടത്ത് തന്നെ അത് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഇപ്പോൾ നോക്കിയാലും നമുക്ക് പലയിടത്ത് അല്ലേ, പല ഏരിയയിൽ എഴുതുന്നതിന് പകരം ഒരു പൊസിഷനിൽ എന്ത് ചെയ്യുക, എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ POP ഏതായിരിക്കും ഓപ്ഷൻ? 110 ആണ് കേട്ടോ. 110 പഠിക്കാൻ എളുപ്പമാണ്. 110 PO അപ്പോൾ ഒരു 0 വരും. POP കേട്ടോ. POP ഒരു 0 വരും. ഓക്കെ. 110. Explanation: Post Office Protocol version 3 port 1102 retrieve email from mail server. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നു. ഈ പ്രോട്ടോക്കോളിന്റെ യൂസ് എന്താ? മെയിൽ സെർവറിൽ നിന്ന് retrieve the email from mail servers. Okay, clear. Question 68. Which of the following represent class C IP address? ക്ലാസ് സി ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് എ എങ്ങനെ ഇരിക്കും, ക്ലാസ് ബി എങ്ങനെ ഇരിക്കും, ക്ലാസ് സി എങ്ങനെ ഇരിക്കും. ക്ലാസ് സി IP അഡ്രസ് ഇതിൽ ഏതാ? ക്ലാസ് സി IP അഡ്രസ് ഏതാ? ഇതാണോ? ഏതാ ക്ലാസ് സി IP അഡ്രസ്? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയ ഓപ്ഷൻ, ഡെസിമൽ പോയിന്റ് നോക്കുക, മാക്സിമം നമ്പേഴ്സ് ഡിജിറ്റ് നോക്കുക. യെസ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാരണം അത് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ റേഞ്ച് നോക്കി. ക്ലാസ് സി IP അഡ്രസ് റേഞ്ച് ഫ്രം പഠിച്ചു വെച്ചേക്കുക. ഇത് വേണമെങ്കിൽ റേഞ്ച് ഇട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 192 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 223, 253, 255, 255 കോമൺ ഫോർ സ്മാൾ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇതാണ് ആ റേഞ്ച്. അങ്ങനെ വരുന്ന ഒരെണ്ണം അവിടെ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോട്ടോകോളിൽ നിന്നാണ്. വിച്ച് പ്രോട്ടോകോൾ അലോ ഫയൽ ടു ബി ട്രാൻസ്ഫേർഡ് ഓവർ ദ ഇന്റർനെറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇന്റർനെറ്റ് വഴി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇതിൽ ഏത് പ്രോട്ടോക്കോളാണ്? സിമ്പിൾ മെയിൽ അല്ല, അത് മെയിൽ അല്ല അല്ലെ, മെയിൽ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇവിടെ വരില്ല. സിമ്പിൾ മെയിൽ പ്രോട്ടോകോൾസ്. DNS ആണോ? DNS അല്ല. നമുക്ക് ചില ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അത് വെട്ടാൻ പറ്റും അല്ലേ. ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് DNS, അത് പ്രോട്ടോകോൾ അല്ല. ദെൻ FTP ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോകോൾ. IMAP ആണോ? ഏതാണ്? IMAP, FTP. ഓപ്ഷൻ യെസ്, FTP. ആ വേർഡിൽ തന്നെ മീനിങ് ഉണ്ട് അല്ലേ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇറ്റ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ട്രാൻസ്ഫറിങ് ഫയൽസ് ഓവർ ദ ഇന്റർനെറ്റ്. സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദ ട്രാൻസ്ഫറിങ് ഫയൽസ് ഓവർ ദ ഇന്റർനെറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 70 നോക്കി. 70ാമത്തെ ക്വസ്റ്റ്യൻ. വെബ് സെക്യൂരിറ്റിയിലെ വാട്ട് ഇസ് ദ പാഡ്ലോക്ക് സിമ്പൽ ഇൻ എ ബ്രൗസർ അഡ്രസ് ബാർ ഇൻഡിക്കേറ്റ്സ്? യെസ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. വെബ് സെക്യൂരിറ്റിയിലെ വാട്ട് ഇസ് ദ പാഡ്ലോക്ക് സിമ്പൽ ഇൻ എ ബ്രൗസർ അഡ്രസ് ബാർ ഇൻഡിക്കേറ്റ്? പാഡ്ലോക്ക് സിമ്പലിലെ ബ്രൗസർ അഡ്രസ് ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സൈറ്റ് ഈസ് റണ്ണിങ് ഫാസ്റ്റ് എന്നാണോ? ദ സൈറ്റ് ഈസ് ബുക്ക് മാർക്കഡ് എന്നാണോ? ദ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് എന്നാണോ? ദ പേജ് ഈസ് ലോഡിംഗ് എന്നാണോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പാഡ്ലോക്ക് സിമ്പിൾസ് ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? ഓപ്ഷൻ എൻക്രിപ്റ്റഡ് എന്നാണ് കേട്ടോ. പാഡ്ലോക്ക് മീൻസ് ദ സൈറ്റ് യൂസ് HTTPS ആണ്. പാഡ്ലോക്ക് സിമ്പിൾസ് മീൻസ് ദ സൈറ്റ് യൂസ് HTTPS ഇൻഡിക്കേറ്റിംഗ് സെക്യൂർ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ്. അപ്പോൾ ഇവിടെ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ്. അപ്പോൾ അത് തന്നെയാണ് പാഡ്ലോക്ക് വന്നതുകൊണ്ട് അത് സെക്യൂർ ആണെന്ന് വിചാരിക്കാം. സെക്യൂർ ആണെങ്കിൽ കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, കണക്ഷൻ ഈസ് എൻക്രിപ്റ്റഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ 9 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഗൂഗിൾ ആണോ, യാഹു ആണോ, ബിങ് ആണോ, മൊസില്ല ആണോ? ഏതാണ്? വളരെ സിമ്പിളാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണല്ലേ. ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. യാഹു സെർച്ച് എഞ്ചിനാണ്, ബിങ്ങും സെർച്ച് എഞ്ചിൻ. ബട്ട് മൊസില്ല ഫയർഫോക്സ് ഈസ് എ വെബ് ബ്രൗസറാണ്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ബ്രൗസറും ആഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബ്രൗസറാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും കൺഫ്യൂസ്ഡ് ആകരുത്, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഗൂഗിൾ, യാഹു, ബിങ്, മൊസില്ല. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, മൊസില്ല
ഈസ് എ ബ്രൗസർ ഡെവലപ്പർ. ഓക്കെ, ക്വസ്റ്റ്യൻ 26th 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ വെബ് സർവർ ഈസ് ടു. വെബ് സർവറിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതെന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് എ വെബ് സർവർ ഈസ് ടു. വെബ് സർവറാണ്. വെബ് സർവറിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ തന്നിരിക്കുന്ന നോക്കി. ബ്രൗസ് വെബ് പേജ്, ബ്രൗസ് വെബ് പേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോസ്റ്റ് ആൻഡ് സർവ് വെബ് കണ്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട്. വെബ് കണ്ടൻറ്റ് ഹോസ്റ്റ് ആൻഡ് ഡ്രൈവ് സർവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റോർ ഇമെയിൽസ്, ഇമെയിൽ സ്റ്റോർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കാൻ ഫോർ വൈറസസ് ഏതായിരിക്കാം? വെബ് സർവറാണ്. വെബ് സർവറിൻ്റെ ബ്രൗസ് വെബ് പേജ് ആണോ? ഹോസ്റ്റ് ആൻഡ് സർവ് വെബ് കണ്ടൻ്റ് ആണോ? ഇമെയിൽ മാത്രം സ്റ്റോർ ചെയ്യുന്നതാണോ? സ്കാൻ ഫോർ വൈറസ് ആണോ? അല്ല, വൈറസ് എന്തായാലും അല്ല, വെബ് സർവറാണ്, വൈറസ് അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഹോസ്റ്റ് ആൻഡ് വെബ് സർവ് വെബ് കണ്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഹോസ്റ്റ് ആൻഡ് സർവ് വെബ് കണ്ടൻറ്റ്. വെബ് സർവേഴ്സ് such as Apache IIS store and deliver a website content to the browsers or HTTP and HTTPS protocols use ചെയ്ത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 27 ക്വസ്റ്റ്യൻ നോക്കി. ആൾറെഡി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആണോ. ഡീഫാൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTPS, HTTPS ഡീഫാൾട്ട് പോർട്ട് ഏതാ? 21 ആണോ, 80 ആണോ, 443 ആണോ, 22 ആണോ? ഏതാ? ആൾറെഡി HTTP ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചു. ഇത് HTTPS ആണ്. ഏതായിരിക്കാം? വേറെ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 443 ആണ്. 443 HTTP 20 ആണ് പോർട്ട് നമ്പർ. അവിടെ ഉണ്ട്. HTTPS 443 is a default port number. Then HTTP വരുന്നത് 480 ആണ്. ദെൻ FTPയുടെ പോർട്ട് 20. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടോ. HTTPS 443 പഠിച്ച് തന്നെ വെച്ചേക്കുക. HTTPS എന്ന് പറയുന്നത് 443 ആണ് പോർട്ട് നമ്പർ. ദെൻ HTTP ആണെങ്കിൽ S ഇല്ല, HTTP ആണെങ്കിൽ 80 ആയിരിക്കും പോർട്ട് നമ്പർ. ദെൻ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെങ്കിൽ പോർട്ട് നമ്പർ 21 ആണ്. 21. ഇനി SSH സെക്യൂർഡ് ആയിട്ടുള്ള ഷെല്ല് വരുന്നതെങ്കിൽ 22 ആണ് പോർട്ട് നമ്പർ. 22. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് HTTPS 443 കേട്ടോ. 443 പോർട്ട് നമ്പർ. ക്വസ്റ്റ്യൻ 28 നോക്കി. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നോട്ട് കണ്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസ് സർവീസസ്? നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ്, നോട്ട് എ ക്ലൗഡ് സ്റ്റോറേജ് നമുക്കറിയാം. നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് അല്ലേ, ഡ്രൈവ് അല്ലേ. നെക്സ്റ്റ് വൺ ഡ്രൈവ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക സ്റ്റോറേജ് ആണ്. ഡ്രോപ്പ് ബോക്സും. പക്ഷെ വിൻഡ്രയറോ? അതൊരു സോഫ്റ്റ്വെയർ അല്ലേ. നമുക്ക് അല്ലേ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ നോക്കാം. വിൻഡ്രയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഫയൽ കംപ്രഷൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്, ഫയൽ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതാ? വിൻഡ്രയർ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡ്രയർ ആണ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ 29 നോക്കിയേ. ക്വസ്റ്റ്യൻ 29 ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. MIME allows email to carry images and videos. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ MIME ആൾറെഡി നമ്മൾ നോക്കിയായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. MIME അല്ലേ, മൾട്ടിമീഡിയ, മൾട്ടിപർപ്പസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 MIME is used for ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സിംഗ് ആണോ? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഓപ്ഷൻ? both 1 and 2 are true. Only first is true, only second is true. Both first and second are false. Both first and second are false. ഏതായിരിക്കും? ഫസ്റ്റ് മാത്രമല്ലേ കറക്റ്റ്. ഇമെയിൽ ടു ക്യാരി ഇമേജസ് ആൻഡ് വീഡിയോ. കാരണം മൾട്ടിപ്പർപ്പസ് ആണ്.
ഓപ്ഷൻ ബി ഫസ്റ്റ് ഓൺലി ഫസ്റ്റ് ഈസ് ട്രൂ. എക്സ്പ്ലനേഷൻ നോക്കിയേ. മൾട്ടിപർപ്പസ് ഇൻ്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ, മൾട്ടിപർപ്പസ് ഓഡിയോ വീഡിയോസ് ഫയൽസ്, ദെൻ ഇമെയിൽ ഫോമാറ്റ് മൾട്ടിമീഡിയ ആണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു IP അഡ്രസ്സിങ്. ഇപ്പോൾ ഇവിടെ IP അഡ്രസ്സ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ, നത്തിങ് ടു ഡു വിത്ത് IP അഡ്രസ്. ക്ലിയർ. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ 30. വിച്ച് മാൽവെയർ എൻക്രിപ്റ്റ്സ് ദ വിക്ടിംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻറ്റ്? ഇത് ഏത് മാൽവെയർ ആണ് എൻക്രിപ്റ്റ്സ് ദ വിക്ടിംസ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് പേയ്മെൻറ്റ് ചോദിക്കുക അല്ലേ. ഇത്ര പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യാം, റിട്രീവ് ചെയ്ത് തരാം, ഇല്ലെങ്കിൽ എന്താണ് അറ്റാക്ക് ചെയ്ത് ഞാൻ എന്ത് റിട്രീവ് ചെയ്ത് തരാം. ഇങ്ങനെയുള്ള കേസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കോൾ വരാറുണ്ട്. അപ്പോൾ ഇതിലേതാ, ഓമാണോ, ബൂംസ് ആണോ, ട്രോജൻ ആണോ, റാൻസം വെയർ ആണോ, സ്പൈ വെയർ ആണോ? ഡിമാൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ യെസ്, ഓപ്ഷൻ സി ആണ്. റാൻസം വെയർ ആണ് പേയ്മെൻറ്റ് ചോദിച്ച് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ. റാൻസം വെയർ ലോക്ക് ഓർ എൻക്രിപ്റ്റ് യൂസേഴ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ് ടു അൺലോക്ക് അല്ലേ. പേയ്മെൻറ്റ് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, അൺലോക്ക് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് തരാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 31 നോക്കി. ക്വസ്റ്റ്യൻ 31. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ്റെ പ്രൈമറി ഫങ്ഷൻ ഏതാ? ഹോസ്റ്റ് വെബ്സൈറ്റ്, എൻക്രിപ്റ്റ്സ് ഡാറ്റ ആണോ, ഇൻഡെക്സിങ് ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ആണോ, ഡിസൈൻ വെബ്സൈറ്റ്? പ്രൈമറി ഫങ്ഷൻ ഓഫ് എ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഗൂഗിൾ അല്ലേ, യാഹു, ഇതൊക്കെ സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ അതിൽ പ്രൈമറി ഫങ്ഷൻ എന്താ? വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുകയാണോ, ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതാണോ, ഇൻഡെക്സസ് ആൻഡ് റിട്രീവ്സ് ദ ഇൻഫർമേഷൻ ആണോ, ഡിസൈൻ വെബ്സൈറ്റ് ആണോ? ഏതാ? ഡിസൈൻ വെബ്സൈറ്റ് ഒക്കെ വരുന്നത് ലാംഗ്വേജിൽ വരുന്നതാണ് കേട്ടോ, PHP ജാവാസ്ക്രിപ്റ്റിലൊക്കെ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ്. കാരണം ഇൻഡെക്സിങ് അതിന് റിട്രീവിങ് ഇൻഫർമേഷനിലാണ് വരുന്നത് അല്ലേ. ഇൻഡെക്സിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻസ്. നോക്കി, സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ സെർച്ച് ചെയ്യുന്ന കോൺസെപ്റ്റൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, ദെൻ അത് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 32 നോക്കിയേ. ക്വസ്റ്റ്യൻ 32. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് HTTP ഹെഡേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ? HTTPയുടെ ഹെഡർ, HTTP ഫോമാറ്റ് ഉണ്ട്, അതിൽ ഹെഡർ സെക്ഷൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് HTTP ഹെഡർ ഇൻ കമ്മ്യൂണിക്കേഷൻ? HTTP headers in communication. What is the purpose of using HTTP header in communication? Option okay. To compress the data ആണോ, specify metadata like content type ആണോ, to prevent viruses ആണോ, to format email attachment ആണോ, നമ്മുടെ ഇമെയിൽ അറ്റാച്ച്മെൻറ്റിനെ ഫോമാറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? ടു കംപ്രസ് ദ ഡാറ്റ ആണോ, മെറ്റാഡാറ്റ ലൈക്ക് കണ്ടൻറ് ടൈപ്പ് ആണോ, HTTP കട്ട്, പ്രിവെൻറ്റ് വൈറസസ് ആണോ? ഓപ്ഷൻ ബി ആണ്. ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം ഈ HTTP സ്പെസിഫൈ ചെയ്ത മെറ്റാഡാറ്റാസ് ലൈക്ക് കണ്ടൻറ് ടൈപ്പിനകത്ത് വരുന്നത് അല്ലേ. HTTP ഹെഡർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടൻറ് ഉണ്ട്, റിസോഴ്സ് സച്ചസ് കണ്ടൻറ് ടൈപ്പ്, ലെന്ത് ഉണ്ട്, സർവറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇതെല്ലാം HTTPക്കകത്തുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33 നോക്കിയേ. ക്വസ്റ്റ്യൻ 33. യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. IP അഡ്രസ്സ് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. IP അഡ്രസ്സ് അല്ലേ, IPv4 ഉണ്ട്. IPv4 ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 4, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 6. ഇവിടെ 4 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, 6 ചോദിക്കാം. IPv4ൻ്റെ ടോട്ടൽ ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ IPv4? 32 ആണോ, 64 ആണോ, 128 ആണോ, 16 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ കറക്റ്റ് ആൻസർ? IPv4 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. IPv4 എന്ന് പറയുന്നത് എത്രയാണ്? 32 ബിറ്റ്സ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 32 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇരിക്കും? ഇത് താഴെ ഉണ്ട് കണ്ടോ,
192 പോയിന്റ് ഇങ്ങനെ ഇരിക്കും അല്ല, ഈ ഒരു മെത്തേഡിലാണ് IP ഇരിക്കുക, ഡെസിമൽ പോയിന്റ് ആയിട്ട് വരും. ഓക്കെ, IPv4 മാറിപ്പോകരുത്. IPv4 IPv6 ഉണ്ട്, ഇത് IPv4 ആണ് കേട്ടോ, 4 ആണ്. IPv4 32 ബിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ 128 എന്തായിരിക്കാം? ഈ ഓപ്ഷനിൽ 120 ഇത് 32 ബിറ്റ്സ് ആണ്. IPv4 32 ബിറ്റ്സ്. IPv6 വരുന്നത് 128 ആണ്. അത് വരുന്നത് 5DF, ഇവിടെ 2 കുത്തൊക്കെ വരാം, ദെൻ A ഒരു നമ്പർ വരാം, 9, ഇങ്ങനെ ഒരു വലിയൊരു ലാർജ് നമ്പർ ആയിരിക്കും. കാരണം 128 ബിറ്റ്സ് ആയതുകൊണ്ട് അതൊരു ലാർജ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ IPv4 ആൻഡ് IPv6 മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ്സ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 4 ആണ്. ദെൻ IPv6 ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെർഷൻ 6 ആണ്. ഓക്കെ, ഡൗട്ട്സ് ഇല്ലല്ലോ ഈ ഒരു ഏരിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ